നമസ്കാരം. സമഗ്രയിലേക്ക് സ്വാഗതം. കൂത്തുപറമ്പ് മൂരിയാട് ക്രിക്കറ്റ് കമ്മ്യൂണിറ്റി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് കൈമാറി. സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് കമ്മിറ്റി അംഗവും സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ അംഗവുമായ വി.കെ. സനോജ് ചെക്ക് ഏറ്റുവാങ്ങി. കൂത്തുപറമ്പ് മൂരിയാട് ക്രിക്കറ്റ് കമ്മ്യൂണിറ്റി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് കൈമാറി. യുവജനക്ഷേമ ബോർഡ് അംഗവും സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ അംഗവുമായ വി.കെ. സനോജ് ചെക്ക് ഏറ്റുവാങ്ങി. വയനാട് ഉരുൾപൊട്ടിയ പ്രദേശത്ത് ഉണ്ടായിരുന്നത് ഒറ്റ രാത്രി കൊണ്ടാണ് എല്ലാം അവസാനിച്ചു പോയത്. 100ഓളം ആളുകളുടെ തിരിച്ചറിയാൻ കഴിയാത്ത മൃതദേഹമാണ് അവിടെ സംസ്കരിക്കേണ്ടി വന്നത്. പലരെയും ഇനിയും കിട്ടാനുണ്ട്. കുടുംബത്തെ മുഴുവൻ ഒറ്റപ്പെട്ടു പോയ ഒരുപാട് ആളുകൾ അവിടെ ഉണ്ട്. ഒരുപാട് വീടുകൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അവിടെ സ്കൂളുകൾ പുനർനിർമ്മിക്കേണ്ടതുണ്ട്. അവരെല്ലാം ജീവിതത്തിലേക്ക് കൈപിടിച്ചു ഉയർത്തേണ്ടതുണ്ട്. അപ്പം അതിനെന്താണ് പോംവഴിയെന്ന് ചോദിച്ചാൽ ചെറുതും വലുതുമായിട്ടുള്ള ഇതുപോലെയുള്ള സഹായങ്ങൾ ചെയ്തു കൊടുത്ത് അവരെല്ലാം കൂടെ നിൽക്കുക എന്നതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. അതുകൊണ്ട് കായിക മേഖലയിൽ ഇടപെടുന്ന ആളുകളുടെ ഒരു കൂട്ടായ്മ ഈ കൂത്തുപറമ്പ് ബ്ലോക്ക് പരിധിയിലെ വിവിധ പഞ്ചായത്തുകളിൽ നിന്ന് എല്ലാ ദിവസവും എല്ലാ ആഴ്ചയിലും ഇവിടെ എത്തി മുടങ്ങാതെ കളിക്കുന്നു എന്നാണ് പറഞ്ഞത്. യുവജനക്ഷേമ ബോർഡ് പ്രോഗ്രാം ഓഫീസർ പ്രസീത അധ്യക്ഷത വഹിച്ചു. ഇത്തരത്തിലൊരു മഹത്തായ കാര്യത്തിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള കായിക പ്രേമികളെ സുഹൃത്തുക്കൾ ഇവിടെ സ്വാഗത ഭാഷണത്തിലൂടെ പറഞ്ഞു കഴിഞ്ഞു. ഇന്നിവിടെ ഈ കൂടിയതിൻ്റെ നമ്മൾ സ്ഥിരം ഇവിടെ കളിക്കാൻ വേണ്ടി എത്തുന്നതാണെങ്കിലും ഈ ഒരു ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. നമ്മളെപ്പോലെ ഒരു ദിവസം കളിച്ചും ചിരിച്ചും ഒരു രാത്രി ഉറങ്ങാൻ കിടന്ന് പിറ്റേത്തെ ദിവസത്തേക്ക് അവരുടെ സകലതും നഷ്ടപ്പെട്ട വയനാടിന്റെ ചുരൽമല മുണ്ടക്കൈ പ്രദേശത്തിലുള്ള സാധാരണക്കാരായ ജനവിഭാഗം അവർക്ക് വേണ്ടി ഒന്നിക്കുന്നതിൻ്റെ അവരെ തനതായ അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനം. ആ തീരുമാനത്തിനാണ് ഏറ്റവും നല്ല ഒരു കയ്യടി നമ്മൾ നൽകേണ്ടത്. കൂത്തുപറമ്പ് ബ്ലോക്ക് യൂത്ത് കോർഡിനേറ്റർ സജേഷ് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ച ചടങ്ങിൽ അഖിലേഷ് കുറ്റിക്കാട് സ്വാഗതവും ബൈജീഷ് മൂരിയാട് നന്ദിയും പറഞ്ഞു. വയനാട് ചൂരൽമലയിലും അതുപോലെ തന്നെ മണ്ടക്കയിലും ഉണ്ടായിട്ടുള്ള ഉരുൾപൊട്ടലിന്റെ ഭാഗമായി കഷ്ടത അനുഭവിക്കുന്ന ജനവിഭാഗങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലൊരു വയനാട് ഫണ്ട് ശേഖരണം സംഘടിപ്പിച്ചിട്ടുള്ളത്. ആഗസ്റ്റ് 4-ാം തീയതി നടത്തിയിട്ടുള്ള ക്രിക്കറ്റ് ടൂർണമെന്റിലൂടെ സമാഹരിച്ച തുകയും അതുപോലെ തന്നെ എല്ലാ ഞായറാഴ്ചകളിലുമായി നമ്മൾ സംഘടിപ്പിക്കുന്ന ലീഗ് മത്സരങ്ങൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്ലേയേഴ്സിൽ നിന്ന് സമാഹരിച്ച തുകയും ചേർത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുന്നതിന് വേണ്ടി നേരത്തെ തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് അത് യുവജനക്ഷേമ ബോർഡിന് നൽകണം എന്ന് നമ്മുടെ കമ്മിറ്റി ആലോചിക്കുകയും അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടി അത് കൈമാറുന്നതിന് വേണ്ടി ഇത്തരമൊരു ചടങ്ങ് സംഘടിപ്പിച്ചിട്ടുള്ളത്. സമഗ്ര ന്യൂസ് കൂത്തുപറമ്പ്.